എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? അപ്പൊ അങ്ങനെ നമ്മള് വിഷുവിന്റെ കുറച്ച് കായിക പരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. അതെ, വിഷുവിന്റെ കായിക പരിപാടികൾ നമ്മൾ എല്ലാ വർഷവും കലാകായിക പരിപാടികൾ നടത്തലുണ്ട്. ഈ വർഷത്തെ വിഷുവിന്റെ കലാപരിപാടികളല്ല, കായിക പരിപാടികൾ. കലാപരിപാടികൾ തന്നെ പൊട്ടം പരിപാടികളും ഉണ്ട്. അതെ അതെ. അപ്പൊ ഇത് കായിക പരിപാടികളാണ്, കുറെ മത്സരങ്ങളാണ് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട്. വാശിയേറിയ മത്സരമാണ്. വാശിയേറിയ ഓ എന്നാ അമ്മ തുടങ്ങാനായിട്ടില്ല. എല്ലാം റെഡിയല്ലേ? അപ്പൊ സീമായിട്ട് ചേച്ചിയുണ്ട്. അരിഷിട്ടാ ഓനോ ഇടക്കിടക്ക് പൊട്ടിക്കാൻ നോക്കണേട്ടാ. തൊട്ടില് കിടക്കുന്ന കുട്ടിയേനു ഇപ്പൊ ഓടാനും തുടങ്ങി. മത്സരത്തിന് ഫുൾ ഹാപ്പിയിലാണ് ഉള്ളത്. അപ്പൊ നമ്മളെ ലീനേച്ചിക്ക് പിന്നെ വരാൻ പറ്റിയിട്ടില്ല. ചേച്ചിക്ക് പിന്നെ അങ്ങനെ പങ്കെടുക്കാൻ അങ്ങനെ ഓടാൻ ഇപ്പം ആവില്ല. അപ്പൊ ചേച്ചി വന്നിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്. ഏതാ ചേച്ചിയും കൂടി ഉണ്ട്, ഒരാ ചേച്ചിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും പരിപാടിയിലേക്ക് കടക്കാം. ആദ്യത്തെ നമ്മളെ ഐറ്റം പരിപാടി എന്താണ്? അതെ, അത് ബലൂണിൽ ഒരുപാട് പരിപാടി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാലിൽ കെട്ടിയിട്ട് ചവിട്ടി, കയ്യിൽ പിടിച്ചിട്ട് പൊട്ടിക്കുന്നതാക്കി, പിന്നെ അങ്ങനെ ബലൂൺ ഫൈറ്റിംഗ് കുറെ നടത്തി. ഇപ്രാവശ്യം പൊട്ടിക്കലല്ലോ, നടന്നു പോക്കല്ലേ കവി. അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് രണ്ട് ജോഡികളായിട്ട് പുറത്തും വെച്ചിട്ട് ഞണ്ട് പോകുന്ന പോലെ സൈഡ് ഇങ്ങനെ പോയിട്ടില്ല ജയിക്കുന്ന ഒരു പരിപാടിയിലേക്ക് അടക്കാൻ പോകുന്നത്. എന്നാ സ്റ്റാർട്ടാക്കാം. അപ്പൊ തിരക്കുള്ള പരിപാടികൾ തുടങ്ങിയിട്ട് ഇതിനകത്ത്. അപ്പൊ ഒരാള് കൂച്ചായി അതാ അന്നേരം ഒരാൾക്ക് കൂച്ചുണ്ടാവും. ഒരാൾക്ക് ഞാൻ വന്നോളൂ. വരൂ ബാബാ. ആരെല്ലാം ഉള്ളേ? എല്ലാം സെറ്റ് അല്ലേ? തുടങ്ങാന്നാല് ബാ എന്നാല്. അപ്പൊ ആദ്യത്തെ പരിപാടി ബലൂൺ സൈഡിൽ വെച്ചിട്ട് ഞണ്ടിനെ പോലെ നടന്നിട്ട് അപ്പുറം ആദ്യം അവര് പറയുന്ന കൂട്ടത്തിൽ മത്സരാർത്ഥികൾക്ക് ആവേശം കൂട്ടാൻ വേണ്ടി നമ്മളെ സമ്മാനം എന്തെല്ലാം പറഞ്ഞില്ല. കൊലയിലൂടെ കൊണ്ടുവച്ചിട്ട് അതുപോലെ തന്നെ കുറെ ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പൊ നമുക്ക് കൊലയെല്ലാം നേടാം. ചേച്ചി ചളിയടി മത്സരത്തിൽ ആദ്യം തന്നെ അങ്ങനെയൊന്നുമില്ല, ഒറ്റ ബലൂണുള്ളൂ കേട്ടോ. ഈ എന്റെ ബാബക്കെന്നാ പറ്റിയേ? അവ എന്തോ ആലോചിച്ചിരിക്കുന്ന അടിയടിയും പറ്റി ഇവരെന്നാ കളിക്കുന്നതാ. ഇശിക്കമാ എന്നാന്ന് എന്തോ ആലോചിച്ചിരിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമ്മളെ മത്സരാർത്ഥികൾ റെഡി ആയിട്ടുണ്ട്. ബലൂണെല്ലാം വെച്ചിട്ടാ 3 ആൾ ഇതായിട്ട് ഇങ്ങനെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് കിട്ടുന്നവർക്ക് അവർ ഫസ്റ്റ് ആണ് കേട്ടോ. ആടെ ഞാൻ നിൽക്കും, ആടെ വരെത്താം. ബലൂണ് പൊട്ടി തുടങ്ങി. ബലൂണ് പൊട്ടുകയോ താഴെ വീണുകയും ചെയ്താൽ അപ്പൊ അയോഗ്യരാകപ്പെടും. ഓക്കെ, അമ്മ തുടങ്ങില്ല. തുടങ്ങിക്കോ. 1 2 3 സ്റ്റാർട്ട്. ഇതല്ല ഇത് പൊട്ടിയിട്ടില്ല അജത്ത്, പക്ഷെ പൊട്ടിയില്ല. നിങ്ങൾ എന്നാലും തോറ്റി. അതെ, നല്ല വീഡിയോയിലുണ്ട്. നല്ല സ്പീഡായി പോയിട്ട് ആ ഒരു 20 സെക്കൻഡ് കൊണ്ട് പരിപാടി എഴുതുന്നേ. ജയിച്ചു എന്റെ ഇടയിലേ ഈ കമ്പി അല്ലടി ഞാൻ നിന്നതാണ്. വിജയിച്ചവര് കുഴപ്പമാക്കും. മത്സരം രണ്ടാം വാർത്താവിൽ ഓരോ ട്രിക്കാട്ടെ, ഇതൊന്നും ശരിയല്ല. ചട്ടങ്ങൾ ലംഘിച്ചതിനാൽ തന്നെ ഈ പരിപാടി ഒന്നുകൂടെ നടത്തുവാൻ കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം. റെഡിയല്ലേ? എന്നാ പറഞ്ഞോ. 1 2 3 സ്റ്റാർട്ട്. അങ്ങോട്ട് പോണം. ഇതാരാ? പോടി ഇവരുടെ ജയിക്കോ. രണ്ട് മത്സരം നടത്തി, രണ്ടിലും ഉടായിപ്പ് അടിയാണ്. അപ്പൊ നമ്മൾ ഈ ഒരു പരിപാടിക്ക് രണ്ടിലും കൂടി നടത്താൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ പരിപാടി നമ്മൾ ക്യാൻസൽ ആക്കി. സമ്മാനം ഇവർക്ക് ആദ്യത്തിൽ കിട്ടിയോ രണ്ടാമത്തെ കൊടുക്കും. നിങ്ങൾ ഉടായിപ്പ് ആട്ടാൻ നോക്കിയോണ്ട് നിങ്ങൾ ജയിച്ചില്ല.
വിജയിച്ചത്. എന്നിട്ട് നമുക്ക് നമ്മുടെ ബലൂൺ അളകിപ്പോയി. അല്ല തോൽവി വിജയത്തിന് മുന്നേടിയാണ് വീണ്ടും ട്രൈ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അടുത്ത മാമൻ കളിക്കുന്നതായിരിക്കും, നമ്മൾ ക്യാമറ ഓടിക്കും. യെസ് ട്രയലെല്ലാം നോക്കിട്ട് ഇങ്ങോട്ട് ആരും വരും. കളിയില്ല എങ്ങോട്ട് ഇപ്പോൾ ഇത് കളിക്കാന്ന് പറയുവാണേ. നോക്കടാ അകറ മാമാ എല്ലാം എടുക്കട്ടെ, എല്ലാം എടുക്കട്ടെ. അവസരം മുതലെടുക്കാണോ സജി? അവസരം മുതലെടുക്കാണോ സജി? കവിയത് കൊണ്ടതിന് ഞാനല്ല. ആ എന്നാ നിങ്ങൾ നോക്കട്ടെ ആവെങ്കിലും വേണ്ട ഈ കളി വേണ്ട, ഇത് വേണ്ട മമ്മീനെ കളിയാ. കള്ള പോയിടുവാ. അടുത്ത ഇത് കളി നടത്താൻ അറിയാം. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമില്ല ചേച്ചി, നമ്മൾ നാട്ടിൽ പോയി അടുത്ത നമുക്ക് അടുത്ത സ്പൂൺ റേസിങ്. സ്പൂൺ റേസിങ് അതിലെടുക്കുന്ന നമുക്കില്ലേ ഈ ബലൂൺ ഇടിയുണ്ടല്ലോ, നമുക്ക് ബലൂൺ പൊട്ടിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് സ്പൂൺ റേസിങ്. ഓ മാമൻ ഇതിൽ ചേരുന്നോണ്ട് തട്ടിപ്പില്ലാത്ത കളി. ബലൂൺ പൊട്ടിക്കാതെ ഇങ്ങനെ പിടിച്ച് നിൽക്കലും കൊണ്ടു. അതെ നല്ല പണിയുണ്ടത്. ഈ കളിക്കാൻ വന്നു തന്ത്രങ്ങൾ മെനയുന്നു. എങ്ങനെ ജയിക്കാം, എങ്ങനെ തോൽക്കാം. കുട്ടികള് നമ്മൾ പറഞ്ഞു നേരത്തെ പശ ഒട്ടിച്ചിട്ട് പോവാൻ വേണ്ടി ഒരാളെ പശ ഒട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ പേപ്പർ ഒട്ടിക്കുക. ചുണ്ണു നമ്മൾ ഫേക്ക് ആയിട്ട് ജയിക്കാൻ നോക്കുക. എന്താ അറിയാം, നമ്മൾ കഠിനാധ്വാനം ചെയ്തിട്ട് ജയിക്കും. അല്ലെങ്കിൽ വെച്ചല്ലേ ഈ ഫേക്ക് ആയിട്ട് ജയിക്കുന്നത് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല, കൂടുതൽ നിൽക്കൂല. ഒരു ഏകദേശം തമാശക്കോൽ ചെയ്യാൻ പാടില്ല. എല്ലാരും ഒന്ന് കൈയടിക്ക്. അപ്പൊ നമ്മൾ വാശിയേറെ സ്പൂൺ റേസിംഗ് മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്. സ്പൂൺ റേസിംഗിന് എന്ന് പറഞ്ഞാൽ സ്പൂൺ നമ്മൾ ഇതാ ഇങ്ങനെ വെച്ച് നമ്മൾ അതിന്റെ മേലെ വെച്ചിട്ട് ഉമ്മ പിടിച്ചിട്ട് അങ്ങ് പോയിട്ട് ഉമ്മ ഇങ്ങോട്ട് വരണം. അമ്മക്ക് കോട്ടി കിട്ടിയാ? അമ്മക്ക് വേണ്ടേ? അമ്മക്ക് വേണോ? സ്പൂൺ കോട്ടി മഴ ഒന്നുകൂടെ കുറച്ചുകൂടെ അങ്ങോട്ട് ക്രമേ അതിന് കവിച്ച് അങ്ങോട്ട് നീലക്കോട്ടിയുമായി റെഡിയല്ലേ? പച്ച കോട്ടിയുമായി കവിത. അല്ല ഇതെന്നാ സ്പൂണിന് ഒരു ആകൃതി മറ്റേ എല്ലാവർക്കും നീളുണ്ടല്ലോ. മാമാ ഇതെനക്ക് തന്നെയാണ്. ഇതെനക്ക് തന്നെയാണ്. നമ്മൾ കളിയിലൊരിക്കൂല ഫേക്കാക്കി കളിക്കേണ്ട ആവശ്യമില്ല. മണ്ണല്ല റൊട്ടി, നമുക്ക് നാളെ തരാം. എന്നിട്ട് തുടങ്ങാം. അയില്ല ഞാൻ പറയും ഞാനല്ലേട്ടാ ആരും എടുത്താൽ കൊടുത്തു തന്നെ കേട്ടാ. വിശ്വസിച്ച് അയില്ല വലിയ കുറച്ച് എടുത്ത് കൊടുക്കും. ഇതാണ് നമ്മളെ സ്ഥാനം. ഈടെ എത്തണം. 1 2 3 സ്റ്റാർട്ട്. ഞാൻ വിജയിച്ചു നോക്കുന്ന ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കോട്ടി ഇല്ല അതിനകത്ത്. കരകാട്ടം. അല്ല ഇവിടെ ഈ അന്നടുത്ത് ബിജോട്ട കൂട്ടി ഉണ്ടോന്ന്. പക്ഷെ എനിക്ക് സംശയമുണ്ട്. എന്താ പറയാ, സ്പൂണ് ചെറുതായോണ്ട് മീശക്ക് വന്നിട്ട് ഇങ്ങനെ തുടങ്ങി. മീശ പഠിച്ചിട്ട് കളിക്കും. ഒരു മിനിറ്റ്. അതായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. വിജയിച്ചാൽ വളരെ സന്തോഷം. മീശക്ക് ഉണ്ടായ പിന്നെ നീങ്ങൂലല്ലോ. എന്നുണ്ടോ അല്ലാണ്ട് എന്നെ പരീക്ഷിക്കാൻ പറ്റുന്നുണ്ട്. അത് വീഡിയോയിൽ കാണൂലേ? മീശക്ക് തടഞ്ഞു നോക്കൂ. എന്റെ ചേച്ചി ഈ മീശതാ മീശ നിങ്ങളുടെ വരെ ഉണ്ടോ? ഈ സ്പൂണല്ല. ഇത് വേറെ തട്ടിപ്പോറേ മീശൊക്കെ എന്നാ പിന്നെ ഇത് മാറ്റി ഒന്നുകൂടി കളിക്കാല്ലേ? നമുക്ക് നല്ലത്. ബാക്കി എന്നെ മത്സരിക്കാൻ ഞാൻ ജയിച്ചു പോയിരുന്നു. ഞാൻ കളിച്ചിട്ട് എങ്ങനെ സമാധാനമോ? ഞാൻ അല്ല ഞാൻ തന്നെ മത്സരിക്കാൻ ജയിച്ചു.
ഞാൻ എന്റെ ഇത് ഡെഡിക്കേഷൻ ചെയ്തു, അമ്മക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. എന്താ പറയാ, അമ്മേന്റെ ആ സ്പിരിറ്റും അമ്മേന്റെ ആ ഒരു സമർപ്പണത്തിനും ഞാൻ ഈ ഫസ്റ്റ് വിന്ന് ഞാൻ എനിക്ക് അർഹതപ്പെട്ടല്ല, ഞാൻ അമ്മക്ക് കൊടുക്കും. ഞാൻ അമ്മ ഇവിടെ വന്നിട്ട് കരകാട്ടം നടത്തി. നോക്കിയാട്ടെ ആർക്കും എൽബിജിനി നോക്കിയാ അമ്മ ഇനിയിപ്പോ പോവാനാകുമ്പോ രാണിക്ക് ഒരു കൊല ഇരിഞ്ഞു കൊടുക്കും. എന്ത് പരിപാടിക്കും ഇല്ലേ, അത് പങ്കെടുക്കാനുള്ള ഒരു മനസ്സാണ് ഇത്. അതന്നെ നമുക്ക് കിട്ടിയത്. അമ്മ പരിപാടിക്ക് പങ്കെടുക്കുന്ന മനസ്സിലാന്ന് നമ്മ തോന്നുന്നു. ചേച്ചി പൊക്കിക്കോണെ എടുത്തിട്ട് വാ. അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാം. ആ ബലൂൺ റെഡിയല്ലേ? ചവിട്ടി കൂട്ടിൽ അടുത്ത പരിപാടി. കൊച്ചാളെ കാലിന് ശരിയാക്കാൻ. ഗുഡ് ഗേൾ ഗുഡ് ഗേൾ അങ്ങനെ ആയിരിക്കണം. ഇതാടോ ഹലോ കളി തുടങ്ങാൻ പോന്നെ. അപ്പൊ നമ്മളടുത്ത് കുറച്ച് നേരത്തെ കൊണ്ടുവന്ന ബലൂൺ ബാക്കിയുണ്ടല്ലോ. അപ്പൊ നമ്മൾ മത്സരം നടക്കുന്നതിന് ഇടയിലുണ്ടല്ലോ, ശരിക്കും മത്സരം നമ്മളില്ലേ ഉച്ചക്കേ തുടങ്ങുന്ന വെച്ചാൽ ഒരു 3 മണിയാകുമ്പോൾ ഏച്ചി വരാൻ ലേറ്റ് ആയിട്ട് സമയം ഏകദേശം 4-5 മണിയാകുമ്പോൾ തുടങ്ങി. അപ്പൊ കുറെ മത്സരങ്ങൾ ഇപ്പൊ നമുക്ക് ആ വിചാരിച്ചോളം നടത്താൻ പറ്റില്ല. എന്നാലും നമ്മുടെ കയ്യിലുള്ള മത്സരങ്ങൾ ഏച്ചി തലയിലിട്ടോ പറഞ്ഞു. ഞാൻ പറയുന്നത് കേറാ, നമ്മൾ ഈ ബലൂണ് കയ്യിൽ വെക്കുക. അപ്പൊ ആദ്യം ലാസ്റ്റ് ആരുതാന്ന് ബലൂൺ ബാക്കിയായിരുന്നു അയാൾ വിന്നർ. എല്ലാ പ്രാവശ്യവും അനുട്ടി ഞാൻ മത്സരിക്കില്ല. ഇപ്പൊ അനുട്ടി ക്യാമറ പിടിച്ചിട്ടുണ്ട്. ഇല്ല ഇത് ഫസ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിട്ടാ. പിന്നെ ഇത് കയ്യിൽ വെച്ചോ. നമ്മൾ തുടങ്ങാൻ പോകുന്നേ. അനുട്ടി സ്റ്റാർട്ട് പറഞ്ഞ പാട് പൊട്ടിക്കോ. ഇതിനപ്പുറത്തെ പോകാൻ പാടില്ല. തുടങ്ങിക്കൂടാ. ഈശ്വര ദൈവം അന്റെ പേർക്കും അറ്റാക്ക് എല്ലാരും ബലൂണ് പൊട്ടിക്കലും പരിപാടി സ്റ്റാർട്ടും. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെയാണ് നടക്കുന്നേ? കളി കഴിഞ്ഞവർ അമ്മ പുറത്തേക്ക് യുദ്ധം പൊട്ടിക്കുന്നുണ്ടോ? ഗെയിം നമുക്ക് അവസാനിപ്പിക്കണം. ഡീലടക്കുന്നതിനാണ് മറ്റേ ഇതില്ലേ ഗെയിമിന്റെ മോനെ അമ്മയല്ലേ അമ്മ പൊട്ടിച്ചേരാ. നമ്മളെ ഗെയിമിന്റെ വരുന്ന സ്ക്യൂഡ് ഗെയിമിന്റെ ക്ലൈമാക്സാ. അമ്മ വിട്ടു കൊടുക്കലാ. നോക്ക് നോക്കടാ. എത്തിക്ക് അമ്മ കിട്ടിയാൽ എനിക്ക് തന്നെയല്ലേ, നിനക്ക് കിട്ടിയ അമ്മ കിട്ടിയല്ലേ. ആ ഈ മത്സരത്തിന്റെ അകത്തൊരു മെസ്സേജും കൂടി ഉണ്ട് കേട്ടാ. വിട്ടു കൊടുത്തിനേട്ടാ. നന്നായി. പക്ഷെങ്കില് ആരോടും ഇങ്ങനൊന്നും ചെയ്യരുത്. കവി കണ്ടത് അത് നോക്കണ്ട. അത് വിൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞാല് ഋത്തിക് ദേവിയാണ്. പക്ഷേ ഋത്തിക്കാണ് നമ്മളെ കളിയിൽ വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കില് ഇതില് ബുദ്ധിപരമായ നീക്കം ചെയ്ത് ആരാ അറിയാം? അമ്മ തുടങ്ങിയപ്പാട് അമ്മമ്മേന്റെ 2 അമ്മ ഓടിച്ചു കളി. എന്നാ മറ്റേ അമ്മ ഓടിച്ചു. ഒരു കൊള്ളിയിലെത്തി എഞ്ചാതി ബുദ്ധി. വെല്ലുമേ പുറത്തിറങ്ങല്ലേ, തല കാണിക്കല്ലേ പുറത്ത്. അപ്പൊ നമുക്ക് അടുത്ത കളിയിലേക്ക് പോവാം. കമ്പവലി നടത്താൻ സാങ്കേതികമായ ചില തകരാറുള്ളതിനാൽ നമ്മളത് സൂചി നൂലിൽ കോർക്കൽ പരിപാടിയിലേക്ക് മാറ്റിയിരിക്കാൻ സുഹൃത്തുക്കളെ. ചേച്ചി എണീക്കുന്നില്ലേ? കഴിയുന്നില്ലേ? ഒരു തോൽവി കൂടി സഹിക്കൂലെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി കളിക്കാൻ സാധ്യതയില്ല. നീ അങ്ങ് പോറാ. എല്ലാവർക്കും ഉണ്ട്. വിട്ടോ. അപ്പൊ നമ്മളെ സൂചിയിൽ നൂല് കോർക്കൽ മത്സരം നടക്കാൻ വേണ്ടി പോകുന്നത്
സൂചിയിൽ നൂലുകോർക്കൽ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തെ വിജയികൾ കൂടി പരിപാടി പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ അതിശക്തരായ മത്സരാർത്ഥികളാണ്. നമ്മളെ കമ്പൂര് മത്സരത്തിൽ സാങ്കേതികമായ ചില തകരാറുള്ളതുകൊണ്ട് നമുക്ക് കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു കളി നമ്മൾ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ഗെയിമായി മാറ്റുകയും നമ്മളിനി അടുത്ത സമ്മാനദാനത്തിൽ കിടക്കുന്നത്. അതിലിടയ്ക്ക് വാശിയേറിയ തീ പാർന്ന പോരാട്ടമുള്ള ഈ നൂല് കോർക്കൽ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ലേഖ, ശ്രീമായ, ഋത്വിക്, അതുപോലെ തന്നെ കാച്ചേനിയമ്മ, അതുപോലെ തന്നെ കവിത, ഹാലലക്ഷ്മി, വജ്രാഗിനി. അപ്പോൾ ഇവരും അത് ചില വിത്തിര ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ പൊട്ടിയ കസേര സ്റ്റൂളാണ് ഇതിൻ്റെ ഒപ്പിച്ചിട്ടാ. അപ്പോൾ അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനം വെച്ചിട്ടില്ല. ഇതാണ് സൂചി എന്ന് പറയും. ചെറിയ സൂചി ആട്ടാ, ചെറിയ നൂലുമാണ്. എന്നാ സ്റ്റാർട്ട് പറയുമ്പോൾ ഓടി വന്നോട്ടാ. വീടിന് തന്നെ കോർക്കണേ, എന്നിട്ട് അവിടെ പോയി മുട്ടിയാൽ മതി. വീടിന് തന്നെ കോർക്കണം. 1 2 3 സ്റ്റാർട്ട്. എൻ്റെ അമ്മ മെല്ലെ വന്നാൽ മതി. ചേട്ടാ ഇതെന്നാ സംഭവം? താൻ്റെ നിങ്ങൾക്കെല്ലാം നൂല് കിട്ടിയാടോ? പോയാ അവിടെ വെക്കേ, അതിനോടെ വെക്കേ, അതിനോടെ വെക്ക്. അമ്മ നമുക്ക് സൂചി കിട്ടില്ല. എന്റെ അമ്മേനെ സൂചി കൊടുത്തു. അതാ അമ്മ അല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഭാഗത്തെ പ്രശസ്ത ടൈലർമാരായ ലേഖേച്ചിയും അതുപോലെ തന്നെ നമ്മളെ വള്ളിയോട്ടിലെ പ്രശസ്ത ടൈലർകാരിയായ രാഗിണി ചേച്ചിയും ഈ മത്സരത്തിൽ ഏറ്റവും പിന്നിലാണുള്ളത്. ഈ ഭാഗത്ത് എന്താ ഒരാൾ പോയി. ചേച്ചി ഇനിയെങ്കിലും ടൈലർ പണി നമുക്ക് നിർത്തിക്കൂടെ? ഇപ്പൊ വരുമ്പോ ഈ ഡ്രസ്സ് ഒന്ന് സൈഡ് ചുരുക്കാൻ വേണ്ടിട്ട് മെഷീനിൽ നൂലിട്ട് അടിച്ച് വന്നാളാ. പക്ഷെ ഈ സൂചിയിൽ എനിക്ക് നൂലിടാൻ പറ്റുന്നില്ല. ചേച്ചി ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ നമുക്ക് തീരുവോ ഈ പ്രശ്നം? നോക്കാം. സാരല്ലേ ചേച്ചി. വാ അപ്പൊ ഋത്തിക, അതെ സോറി അമ്മ ഒന്ന് കോർക്ക് അമ്മേനെ ഇത് നോക്കടാ. ആ ഏറ്റവും ലാസ്റ്റ് കിട്ടിയ ചേച്ചിക്ക് ഫസ്റ്റ്. അല്ല ഏറ്റവും ലാസ്റ്റ് കിട്ടിയാലേ ചേച്ചിയാ ഫസ്റ്റ്. ഏറ്റവും ലാസ്റ്റ് കിട്ടിയാലേ ചേച്ചി ഫസ്റ്റ്. അല്ല അതിനിടയ്ക്ക് സൂചി ഇപ്പം കിട്ടിയ ആളുണ്ട്. ഈ സൂചി ഇപ്പൊ അമ്മ സൂചിന്റെ മറ്റേ ഭാഗത്താ ഒട്ടിയുള്ളത്. അവിടെ കുറേ ദിവസം പിടിച്ചിട്ട് കാര്യമില്ല. അമ്മേതാ അടുക്ക് ഇത് നോക്കിയേ. ഇത് കണ്ടോ നിങ്ങൾ? ഇതിന്റെ ഒരു ഭയങ്കര കഷ്ടപ്പാട്ടുള്ളൊരു മത്സരം ഇത്. ശ്രദ്ധിച്ചോ? അല്ല അത് നോക്ക്, ശ്രദ്ധിക്ക്. കണ്ടാ നിങ്ങള് കണ്ടാ? അവ ആർക്ക് കണ്ണ് തുറക്കേണ്ട ആവശ്യമില്ലണേ. കണ്ണ് ചിമ്മിയിട്ട് പോണേ ഞാൻ. അല്ല ഇന്നെന്താ ആവും കേട്ടോ. അമ്മ ആ ഭാഗത്ത് അല്ലമ്മ തോട്ടിയില്ല, മറ്റേ ഭാഗത്തമ്മ തോട്ടാ. പിന്നെ ഇതില് ഫസ്റ്റ് തേർഡ് നമ്മളെന്ന് പറഞ്ഞില്ലേ ഞങ്ങള്, അതില് ലാസ്റ്റ് ആരാന്നോ സൂചി എടുക്കാൻ എത്തിന്. സൂചി ലാസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഞാനും അമ്മയും സൂചി ഈ ബൈറ്റ് വരെ പരത്തു. ചില ആൾക്കാർ തട്ടിത്തായിട്ടുണ്ട്. അപ്പൊ ഇതില് വിന്നർ ഞാനും അമ്മ തന്നെയാണ്. ഇതടിയാ സാധനം. വലിയൊരു പരിപാടിയും കാര്യങ്ങളും നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കുഞ്ഞു കുഞ്ഞു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പരിപാടികൾ നടത്താൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഭയങ്കര ഹാപ്പി അല്ലേ ചേച്ചി? സമ്മാനം കൂടി തരാം. അപ്പൊ എല്ലാവർക്കും സമ്മാനമുണ്ട്. ഇപ്പൊ വിജയികൾ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതിൽ എന്നാണോ നമുക്ക് തന്നിനി അത് നമുക്ക് എടുക്കാം, മത്സരാർത്ഥികൾക്ക് കൊണ്ടുപോകാം. പിന്നെ കൊണ്ടുപോകാണ്ട് ഇവിടെ വെക്കാനാ സൂചിയാ? അതെടുത്തോ, എല്ലാം മത്സരാർത്ഥി കൊണ്ടുപോകാം. പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സമ്മാനദാനമായിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. വീണ്ടും ഒരു കൊലയും ഉണ്ട്, അതെല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് മുട്ടായിലേക്ക് കടക്കാം. കാർത്തിയായനി കൊടുക്കാൻ പോകുന്നു. എന്റെ ശ്രീമായൊക്കെ, കാർത്തിയാന്റെ അമ്മ, അനുമൊക്കെ ഇഷൂട്ടിന് കൊടുക്കാലോ. എന്റെ ഇഷൂട്ടിന് ഉറങ്ങണിക്കൽ മത്സരം. ഈ മത്സരം നടക്കാൻ സഹായിച്ചത് ഋത്തിക് ഇഷിക്കുമേ. ഇതാണ് മൂത്ത മോക്ക തിന്നേണ്ടത്. ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഇത് മൂന്നാമത്തെ മോക്ക തിന്നേണ്ടത്. ഞാൻ രണ്ടാമത്തെ എന്റെ മോന് ലാസ്റ്റ് അന്ന് അമ്മേനെ തിന്നു, മോനെ തിന്നാ ഒന്ന് അമ്മേനെ തിന്നു. നമ്മളൊരു കമ്പലി നടത്തിയിട്ടാണ് കൊല കൊടുക്കണം എന്ന് വെച്ച്. പക്ഷെ കമ്പലി സംഗീത തകരാറ് നടുവിലും പ്രശ്നമുള്ള കുറെ ആൾക്കാരുണ്ട്. കണ്ടാ? അപ്പൊ അങ്ങനെ നമ്മൾ ഈ പരിപാടി കഴിക്കുന്നത്. അപ്പൊ എന്തായാലും ഹാപ്പി വിഷു.